നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇലിക്കൽ. അങ്ങനെ തുടർച്ചയായിട്ട് 10ാമത്തെ ദിവസം നിഫ്റ്റി ഇപ്പോൾ ഇന്ന് റെഡിൽ ക്ലോസ് ചെയ്തു. 37 പോയിൻ്റാണ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് താഴെ പോയത്. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 150ഓളം പോയിൻറ്റിൻ്റെ ഒരു റാലി ഉണ്ടായിരുന്നു. പിന്നീടാണ് ട്രംപിൻ്റെ മെക്സിക്കോക്ക് എതിരെയുള്ള താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ള ആ ഒരു ന്യൂസ് കാരണം ഇന്നലെ US മാർക്കറ്റ് ഡോയും നാസ്ഡാക്കും 1.5% വീതം ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോളം ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായ ഗിഫ്റ്റ് നിഫ്റ്റി നേരെ താഴേക്ക് പോയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിഫ്റ്റി ഇന്ന് 37 പോയിൻറ്റ് നെഗറ്റീവായി ക്ലോസ് ചെയ്തെങ്കിൽ കൂടിയും നമുക്ക് ഇന്ന് ആശ്വസിക്കാനുള്ള വക SPL ഒരു ബൈയും കണ്ടു, ICC ബാങ്കിൽ ഒരു ബൈയും കണ്ടു, HDFCയിൽ ഒരു ബൈയും കണ്ടു. ബാങ്ക് നിഫ്റ്റി 131 പോയിൻറ്റും ഫിൻ നിഫ്റ്റി ഏകദേശം ഒരു 80 പോയിൻറ്റിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ICC ബാങ്കും ഇന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ എല്ലാം തന്നെ ഇന്നലെ നമ്മൾ കണ്ടിരുന്ന ക്രൂഡ് ഓയിൽ ശക്തമായ ഒരു ഫോൾ രേഖപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൂഡ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് ഇന്ന് അതിൻ്റെ ഒരു ഗുണമുണ്ടായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, HPCL, BPCL തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ 1 മുതൽ 4% വരെയുള്ള ഒരു പോസിറ്റീവ് റാലി കണ്ടു. കൂടാതെ തന്നെ ഈ ഡിഫൻസ് സെക്ടറിലും HAL, ഭാരത് ഇലക്ട്രോണിക്സ് കമ്പനീസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓട്ടോ സെക്ടർ സ്റ്റിൽ വീക്കാണ്. ബജാജ് ഓട്ടോ 52 വീക്ക് ലോയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹീറോ മോട്ടോ കോർപ്പും അതുപോലെ തന്നെ അത് 2-3% വീതം എല്ലാം തന്നെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിലേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് ബജാജ് ഓട്ടോ 5% ഫോൾ ആയത്. ഹീറോ മോട്ടോ കോർപ്പ് 3.3% ഫോളായി. ബജാജ് ഫിൻസർവും HCL ടെക്കും നെസ്ലയും ഫോളായപ്പോൾ നമ്മൾ നേരത്തെ കണ്ട SBN, BPCL, ഭാരത് ഇലക്ട്രോണിക്സ്, ശ്രീറാം ഫിനാൻസ്, അദാനി എൻ്റർപ്രൈസസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ മിഡ് ക്യാപ്പ് IT കമ്പനീസിലും സെല്ലിംഗ് പ്രഷർ തുടരുകയാണ്. L&T, മൈൻട്രി, പെർസിസ്റ്റന്റ് സിസ്റ്റം, ഒറാക്കിൾ ഫിനാൻസ് തുടങ്ങിയ കമ്പനീസിലും സെല്ലിംഗ് പ്രഷർ തുടരുകയാണ്. ജിയോ ഫിനാൻസ് കുറച്ച് നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഇന്ന് പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ജിയോ ഫിനാൻസ് SBN ജിയോ പേയ്മെൻറ്റ് ബാങ്കിലുള്ള ഏകദേശം SBNൻ്റെ സ്റ്റേക്ക് 104 കോടി രൂപക്ക് ജിയോ ഫിനാൻസ് അക്വയർ ചെയ്ത് എന്നുള്ള ന്യൂസ് ജിയോ ഫിനാൻസ് 3% ഒരു റാലിക്ക് കാരണമായിട്ടുണ്ട്. ABB ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയായിട്ടുള്ള ഒപ്റ്റിമൽ AIയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിച്ചു. ചൂട് ശക്തമായിട്ട് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ AC വിൽപ്പന വർദ്ധിച്ചേക്കാം എന്നുള്ള കാരണം കൊണ്ട് വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ തുടങ്ങിയ കമ്പനീസ് ഇന്ന് 3% വീതം റാലി രേഖപ്പെടുത്തി. ഇന്ന് ഫുഡ് ഡെലിവറി കമ്പനീസായിട്ടുള്ള സൊമാറ്റോ, സ്വിഗ്ഗി കമ്പനീസ് എല്ലാം തന്നെ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് 2 മുതൽ 7% വരെയുള്ള ഒരു റാലി കണ്ടു. ഇന്ന് മിഡ് ക്യാപ്പിൽ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഇടിവിന് സാക്ഷ്യം വഹിച്ചത് ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. 20% ലോവർ സർക്യൂട്ട് അടിച്ചു. ഇപ്പോൾ ജെൻസോൾ എഞ്ചിനീയറിംഗിൽ തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 80%ൻ്റെ ഇടിവിലാണ് ഉള്ളത്. കെയർ റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് ഓയിൽ ഇന്ന് 20%ൻ്റെയും അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 80%ൻ്റെയും ഒരു ഇടിവിന് കാരണമായത്. സംവർധന മദേഴ്സൺ കമ്പനി അവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് എയർബസിൻ്റെ ടയർ 1 സപ്ലയറായിട്ട് സംവർധന മദേഴ്സനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസാണുള്ളത്. ഇനി ഫാർമ സെക്ടറിലുള്ള സൈഡസ് ലൈഫ് സയൻസ് കമ്പനീനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് കുട്ടികളിൽ ഉണ്ടാകുന്ന ഷില്ലിംഗ എന്ന് പറയുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന കുടലിൽ ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പോൾ ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ളൊരു മെഡിസിൻ ഈ സൈഡസ് ലൈഫ് സയൻസ് കണ്ടുപിടിച്ചു. അതിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതായിട്ടുള്ളൊരു ന്യൂസാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ സെൽ ഓഫാണുള്ളത്. ക്രിപ്റ്റോ എല്ലാം തന്നെ $300 ബില്യൺ ഒരു വൈപ്പ് ഔട്ടാണ് ഉണ്ടായിട്ടുള്ളത്. $7,000 ക്രിപ്റ്റോ ട്രംപിൻ്റെ മെക്സിക്കോക്കെതിരെയുള്ള 25% താരിഫ് ഹൈക്ക് തുടരുമെന്നുള്ള കാരണം കൊണ്ട് ഈ ക്രിപ്റ്റോ അതിന് മുമ്പേ ദിവസം $7,000 റാലി ഉണ്ടായ ക്രിപ്റ്റോയാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ക്രിപ്റ്റോ ഏകദേശം $15,000 ഒരു ട്രേഡിംഗ് റേഞ്ച് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എനിവേ നിഫ്റ്റി 22,000 എന്ന് പറയുന്ന ട്രേഡിംഗ് റേഞ്ച് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. 22,000-ന് താഴെ പോയിട്ടില്ല എന്നുള്ളതാണ്. ആളുകൾ പൊതുവേ ഒരു ബീറിഷായിട്ടുണ്ട്. നമ്മളെ ചാനലിലെല്ലാം തന്നെ പോളിട്ടപ്പോൾ ആളുകൾ ഇനിയും മാർക്കറ്റ് ഇടിയുമെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് ആളുകൾ മാർക്കറ്റിനെ ലോഡ് വെച്ച് പുലർത്തുന്ന ഒരു വിശ്വാസം. പൊതുവേ കമൻറ്റുകളിലെല്ലാം തന്നെ ആളുകൾ രോഷാകുലരാവാറുണ്ട്.
മാർക്കറ്റ് ഈ രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കോവിഡിന് ശേഷം ഈ FISൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ് ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ 2022 ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷം തുടർച്ചയായിട്ട് FIS സെല്ലിംഗ് മോഡിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് റീറ്റെയിലേഴ്സ് പാനിക്കാണ്. റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ DIs ബൈ ചെയ്യുന്നെങ്കിൽ കൂടിയും ഈ റീറ്റെയിലേഴ്സും FISൻ്റെ ആക്ടിവിറ്റീസിലാണ് കൂടുതൽ അവർ കീനായിട്ട് വാച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ റീറ്റെയിലേഴ്സും ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണുള്ളത്. ഡിമാറ്റ് അക്കൗണ്ടുകളെല്ലാം തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആളുകൾ കൂട്ടത്തോടെ എന്ന ന്യൂസുകളും വരുന്നുണ്ട്. മാർക്കറ്റിൽ ഈ ഒരു ഹണിമൂൺ പീരീഡ് എല്ലായ്പ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ആളുകൾ മറ്റുള്ള ബിസിനസ് എല്ലാം തന്നെ വിട്ടിട്ട് എല്ലാ കാശും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേനല്ലോ. അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു വീഴ്ചയും ഉയർച്ചയും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ നമ്മൾ രോഷാകുലരായിട്ട് കാര്യമില്ല. അപ്പോൾ മാർക്കറ്റ് ന്യൂസുകളിൽ നമ്മൾ മാർക്കറ്റിലുള്ള അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ചാനൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാണാം, താഴെ ഡാക്സ് 452 പോയിൻ്റ് വലിയൊരു ഇടിവ്, 2% ഇടിവ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് 100 പോയിൻ്റ് ഇടിവ്. FTSE UK മാർക്കറ്റ് 41 പോയിൻ്റ് ഇടിവ്. ഏഷ്യൻ മാർക്കറ്റിലെല്ലാം നമ്മൾ കണ്ടു. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ $8,104. അത് നോക്കേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാം 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് ബിറ്റ്കോയിൻ. ചുരുക്കം പറയുകയാണെങ്കിൽ $8,000 ഇടിഞ്ഞിട്ടുണ്ട്. ബ്രന്റ് ഓയിൽ കാണാം. ബ്രന്റ് ഓയിൽ 1.47% ഇടിവ്. $70 ബ്രന്റ് ഓയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഗോൾഡ് $23 ഉയർന്ന് $2,916 ഗോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡ് ഉയർന്നുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോയെല്ലാം തന്നെ ഗോൾഡ് ഉൾപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ച് ഗോൾഡ് $2,000 നിന്ന് $900 ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ ആ വഴി ഹെഡ്ജ് ചെയ്യുന്നുണ്ട്. എനിവേ, ഇപ്പോൾ ബ്രന്റ് ഓയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബ്രന്റ് ഓയിലെല്ലാം തന്നെ ഇപ്പോൾ MCXൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ ജോലിയില്ലാത്ത ആളുകൾക്ക്, ജോലിയുള്ള ആളുകൾക്ക് 5:30 ശേഷം രാത്രി 11:30 വരെ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ക്രൂഡ് ഓയിലെല്ലാം തന്നെ നല്ല പ്രൈസ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ ക്രൂഡ് ഓയിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സെല്ലാം തന്നെ നമ്മൾ വളരെ അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശനിയാഴ്ച ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ കോഴ്സെല്ലാം തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.